ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഉദ്ഘാടനങ്ങളുടെ മാമാങ്കമാണ്. പണി തുടങ്ങാൻ കല്ലിടുന്നതും പണി ഭാഗികമായി പൂർത്തിയാക്കിയതും പണി തുടങ്ങിയതും പണി തീരാത്തതും എല്ലാം ഉദ്ഘാടിക്കുന്ന തിരക്കിലാണ് മന്ത്രിമാരും MLA മാരും. കഴിഞ്ഞ ദിവസം പൂയപ്പള്ളിയിൽ സബ് ട്രഷറിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം നടന്നു. ആനയും അമ്പാരിയും താലപ്പൊലിയും ചെണ്ടമേളവും വെടിയും പുകയും ഒക്കെയായി ഉദ്ഘാടന മഹാമഹം ഗംഗമമായി അങ്ങ് നടത്തി. അക്ഷരാർത്ഥത്തിൽ പൂയപ്പള്ളി ഗ്രാമത്തെ പ്രകമ്പനം കൊള്ളിച്ച മാമാങ്കമായിരുന്നു. ഒരു ഉത്സവം തന്നെയായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ ആ മന്ദിരം ഒന്ന് കാണാൻ ചെന്നവർക്ക് കാര്യം മനസ്സിലായി. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന്. പണി പൂർത്തിയാക്കിയിട്ടില്ല. ഇനിയും മാസങ്ങളെടുക്കും പണി പൂർത്തീകരിച്ച് പ്രവർത്തനം അങ്ങോട്ട് മാറ്റാൻ. അവിടെ ചെന്ന ഒരു പ്രേക്ഷകൻ ഇത് കണ്ടപ്പോൾ എടുത്ത വീഡിയോ കാണിക്കാം. ഇന്നലെ ഉദ്ഘാടനം നടന്നതാണ്. ഇലക്ട്രിക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം കച്ചറ പിടിച്ച് ഒരുമാതിരി മുനിസിപ്പാലിറ്റി ഏരിയ കണക്ക് കിടക്കുക. പണിക്കാർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ബാലഗോപാൽ ഉദ്ഘാടനം നടത്തി അയാളുടെ പണി നോക്കി പോയി. ഇലക്ഷനല്ലേ. അതിൻ്റെ ടോയ്ലറ്റൊക്കെ ഇരിക്കുന്നുണ്ടോ? ടോയ്ലറ്റ് ക്ലോസറ്റ് ഒന്നും ഫിറ്റ് ചെയ്തില്ല, ഒന്നും ഇട്ടില്ല. അതായത് ഇതൊക്കെ ക്ലോസറ്റിൻ്റെ ഏരിയ. ഉദ്ഘാടനം കഴിഞ്ഞതാണ് ഇന്നലെ. ഇത് ഒരു മാസം കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവത്തില്ല. കാരണം അത്രയ്ക്ക് ഇതാ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നത് വരെ ഈ MLA മാർക്കും മന്ത്രിമാർക്കും കാത്തു നിൽക്കാൻ കഴിയില്ലല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ വരും. വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഉദ്ഘാടിക്കാൻ പറ്റില്ല. പിന്നെ ഉദ്ഘാടിക്കുന്നത് പുതിയ MLA-യും മന്ത്രിയും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്താൽ ശിലാഫലകത്തിൽ ഇപ്പോഴുള്ളവരുടെ പേരും വരും. തെരഞ്ഞെടുപ്പിൽ പ്രചാരണമൊക്കെ നടത്താനും ഒക്കും. വാഗ്ദാനങ്ങൾ നിറവേറ്റിയെന്ന് കൊട്ടിഘോഷിക്കാം. അതിൻ്റെ പേരിൽ 10 വോട്ടും നേടാം. ഇനി വോട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഈ കെട്ടിടം അവിടെ ഉള്ളിടത്തോളം കാലം ആ ശിലാഫലകം അവിടെ ഉണ്ടാകും. ആ ശിലാഫലകം അവിടെ ഉള്ളിടത്തോളം കാലം അതിലെ പേരും അതിലുണ്ടായിരിക്കും. ഇതുപോലെയാണ് കൊട്ടാരക്കര കിഴക്കേതെരുവ് കരിക്കം റോഡ് കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വന്തം മന്ത്രി ഗണേശണ്ണൻ ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനം റോഡ് പണി പൂർത്തിയായതല്ല, പണി തുടങ്ങുന്നതിൻ്റെയാണ്. കഴിഞ്ഞ 5 വർഷമായി ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ റോഡിന്റെ ഗുണഭോക്താക്കളുടെ ബൂത്തുകളിൽ എതിർ സ്ഥാനാർത്ഥിക്കായിരുന്നു വോട്ട് കൂടുതൽ കിട്ടിയത്. ഗണേശണ്ണന് വോട്ട് കുറഞ്ഞുപോയി. അത് അണ്ണന് വലിയ ക്ഷീണമായി പോയി. അതിന്റെ വൈരാഗ്യം അണ്ണന്റെ മനസ്സിൽ ഇപ്പോഴും കിടന്ന് തികട്ടി വരും. അതുകൊണ്ടാണ് ഇത്രയും നാൾ റോഡ് പണി നടത്താത്തതെന്നാണ് അവിടുത്തെ നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത്തവണയും അതുപോലെയൊക്കെ ആയിരിക്കും. മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ ഉള്ളവരുടെ വാഹനങ്ങൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഓരോ കുഴിയിൽ വീഴുമ്പോഴും അവരുടെ മനസ്സിൽ പൊങ്കാലയായിരിക്കും. ഏതായാലും പണിക്ക് കല്ലിട്ടു. ഇനി എന്ന് പണി തുടങ്ങുമെന്നൊന്നും പറയാനൊക്കില്ല. കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് പോലെ തുടങ്ങാനും തുടങ്ങാതിരിക്കാനും സാധ്യതയുണ്ട്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇങ്ങനെയൊക്കെയുള്ള ചില ഗുമുക്കുകളൊക്കെ വേണ്ടിവരും. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അടുത്ത സർക്കാർ വന്നാലും ഇതൊക്കെ തന്നെയാണ്. ഏത് സർക്കാർ വന്നാലും ഇതൊക്കെ തന്നെയാണ്. ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ഇതുപോലെയൊക്കെയുള്ള ഉടായ്പകളൊക്കെ ചെയ്യും.